നമ്മുടെ സംസ്ഥാനത്തിന്റെ നെല്ലറയാണ് പാലക്കാട്. നെല്ല് സംഭരണം എല്ലാ കാലവും കഴിഞ്ഞ ഓരോ വർഷം കഴിയുമ്പോഴും നെല്ല് സംഭരണ തുക നൽകുക എന്നുള്ളത് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഓരോ വൈകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി. കർഷകരെ സംബന്ധിച്ചിടത്തോളം പല ആളുകളും വായ്പയെടുത്താണ് ഈ കൃഷി ചെയ്യുന്നത്. എന്നിട്ടും നെല്ലളന്ന് മാസങ്ങൾ അതിനായി കാത്തിരിക്കേണ്ടി വരിക എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം അത്രയേറെ പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്ന ഒരു അനുഭവമാണ്. ഇപ്പോൾ നമ്മളിത് പറയാൻ കാരണം കഴിഞ്ഞ നവംബറിൽ നെല്ലളന്നിട്ടും ഇപ്പോഴും പണം കിട്ടാതെ നിൽക്കുന്ന നിരവധി കർഷകരാണ് പാലക്കാട് ജില്ലയിലുള്ളത്. ഇവിടെ മാത്രം 100 കോടിയിലേറെ രൂപ ഈ കർഷകർക്കായി കൊടുക്കാനുണ്ട്. നാട്ടുകൂട്ടം ചർച്ച ചെയ്യുകയാണ് സംഭരണ തുക ഇനിയും കൊടുക്കാൻ വൈകുന്നതിൻ്റെ പിന്നിലുള്ള കാരണമെന്ത്, കർഷകർ നേരിടുന്ന പ്രതിസന്ധി എന്ത്. നമ്മളോടൊപ്പം ഞാൻ നിൽക്കുന്നത് പുതുശ്ശേരി പഞ്ചായത്തിലാണ്. പുതുശ്ശേരി പഞ്ചായത്തിലെ കൊളയക്കോട് പാടശേഖര സമിതിയിലെ കർഷകർ. ഇവിടെ എനിക്ക് ഈ പുറകിൽ കാണുന്ന ഈ കർഷകരെല്ലാം നിൽക്കുന്നത്, സ്ത്രീകളും പുരുഷന്മാരും അടങ്ങുന്ന ഈ കർഷകർ നിൽക്കുന്നത്, ഇവരെല്ലാം നെല്ലളന്ന് പണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പിലാണ്. നമുക്ക് നാട്ടുകൂട്ടത്തിൽ തുടങ്ങാം. ആദ്യം പാടശേഖര സമിതി സെക്രട്ടറി മുരളീധരനോട് തന്നെ ചോദിക്കാം. ഇപ്പോൾ ഇവിടെ നവംബറിൽ നെല്ലളന്ന് തുടങ്ങിയ കർഷകരുണ്ടെന്നാണ് പറയുന്നത്. ഇതുവരെ പണം കിട്ടാത്ത ആളുകളുണ്ട്, അതേസമയം പണം കിട്ടിയ ആളുകളുമുണ്ട്. ഇവിടെ നിൽക്കുന്ന മുഴുവൻ ആളുകളും പണം കിട്ടാൻ വേണ്ടിയുള്ള കാത്തിരിപ്പിലാണോ? എന്താണ് നിങ്ങൾ നേരിടുന്ന പ്രതിസന്ധി? ഇതിലിപ്പോൾ 1-2 ആൾക്കാർ മാത്രമേ പണം കിട്ടിയ ആൾക്കാരുള്ളൂ. ബാക്കി എല്ലാവർക്കും പണം കിട്ടാതെ 101 കർഷകരുണ്ട് ഈ കൊളയക്കോട് പാടശേഖര സമിതിയിൽ. അതിൽ ഏകദേശം ഒരു 90 പേർക്കും കിട്ടാത്തൊരവസ്ഥയാണ്. എന്താണ് പറയുന്നത് അന്വേഷിക്കുമ്പോൾ? പേ ഓർഡർ ആയിട്ടുണ്ട്, പൈസ കയറും എന്നുള്ളൊരു വിഷയം മാത്രമേ അവർ പറയാറുള്ളൂ, വേറെ ഒന്നും സംസാരിക്കാറില്ല. ഇപ്പോൾ ഈ നെല്ല് സംഭരണം എന്ന് പറയുന്നത് ഒരു പെട്ടെന്നുണ്ടാവുന്നതല്ല. വളരെ കൃത്യമായ ഒരു 1-ാം വിള സംഭരണം, 2-ാം വിള എന്നൊക്കെ പറയുന്ന കൃത്യമായ കാലയളവുണ്ട്. ഇത് എല്ലാ കാലയളവിലും നമ്മൾ മാധ്യമങ്ങളാണെങ്കിൽ നിരന്തരം വാർത്ത ചെയ്യുന്നതാണ്. അതുപോലെ നിങ്ങൾ ഉന്നയിക്കുന്ന പ്രശ്നങ്ങൾ, നിരവധി സമരങ്ങൾ നടത്തുന്നതാണ്. എന്തുകൊണ്ടാണ് ഏത് സർക്കാരും, നമ്മളൊരു സർക്കാരിനെ കുറ്റപ്പെടുത്തുന്നതല്ല, ഏത് സർക്കാരും ഇതിനകത്തൊരു അമാന്തം സംഭവിക്കുന്നത് പോലെ തോന്നുന്നുണ്ടോ? ഉണ്ട്, തീർച്ചയായും ഉണ്ട്. കാരണം എന്താ പറഞ്ഞാൽ ഈ കൊയ്ത്ത് സമയത്താണ് ഇവരെല്ലാം ചർച്ചകൾക്ക് പോകുന്നത്. മിൽ ഓണറായിട്ടുള്ള ചർച്ചകൾ നടക്കുന്നത് നേരത്തെ കൂട്ടി ഒന്നും ചെയ്യാറില്ല. അത് ചെയ്തതാണെങ്കിൽ ആ ഒരു പ്ലാനിങ് ഉണ്ടാവും, അതിനനുസരിച്ചുള്ള നെല്ല് സംഭരണം ഉണ്ടാവും. ഇത് ആ ചർച്ച സമയത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ലോഡിംഗുകാരൻ്റെ പ്രശ്നം, അവർ ആ സമയത്ത് പ്രശ്നം ഉണ്ടാക്കും, അതിന് ചാർജ് കൊടുക്കേണ്ടി വരും. സർക്കാർ നമ്മുടെ കയ്യിൽ നിന്ന് അതും പൈസ ഈടാക്കുന്നുണ്ട്. സർക്കാരല്ല, ഈ ലോഡിങ്ങിൻ്റെ പ്രശ്നം അവരും ആ സമയത്ത് ഇതന്നെ ഒരു അവസരം എന്നുള്ള രീതിയിൽ നമ്മളെ മുതലെടുക്കും. എന്താണ് പറയാനുള്ളത്? അതന്നെ, ലോഡിങ്ങുകാരിപ്പോൾ ഒരു ബാഗിന് വന്നിട്ട് 25 രൂപയാണ് കയറ്റുകൂലി വാങ്ങുന്നത്. മറ്റേ എല്ലാ ചെലവും അതിലേക്ക് വരാം. അതായത് കയറ്റുകൂലി പ്രശ്നം അതൊരു പ്രശ്നമാണ്. ഈ ചർച്ചയിൽ തന്നെ നമുക്ക് ഉന്നയിക്കാം. ആദ്യം ഈ നെല്ല് സംഭരണത്തിലെ ഈ തുക കിട്ടാൻ വൈകുന്നത് മൂലം നിങ്ങൾ നേരിടുന്ന പ്രശ്നം എന്താണ്? എത്ര കാലമായി ഇതിപ്പോൾ നമ്മൾ നവംബർ നെല്ലളന്നതാണ്. ഡിസംബർ 2-ാം തീയതിക്കാണ് നമ്മുടെ PRS അടിച്ചിരിക്കുന്നത്. ഒന്ന് പേര് പറയാമോ? എൻ്റെ പേര് ശരവണ്. പിന്നെ ഞാനിപ്പോൾ 2 ഏക്കറോളം കൃഷി നടക്കുന്നുണ്ട്. 1-ാം വിളയ്ക്ക് പലിശ ചെയ്ത് വായ്പ എടുത്തിട്ടാണ് കൃഷി ഇറക്കിയത്. കൃഷി ഇറക്കി എല്ലാ പണിയും കഴിഞ്ഞു, നെല്ല് കയറ്റിയും വിട്ട് കഴിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ ഇതിൽ വന്നിട്ട് ഒരാഴ്ച മുമ്പിൽ ലോണ് ക്ലോസ് ചെയ്യേണ്ടതാണ് നോട്ടീസ് വന്നിട്ടുണ്ടായിരുന്നു. ലോണ് ക്ലോസ് ചെയ്തിട്ടില്ല. ഇനി അവർ ബോർഡ് തീരുമാനിക്കുന്ന പലിശയാണ് ഇനി ഞാൻ അടയ്ക്കേണ്ടത്. പലിശ ചെയ്ത് വായ്പയായിരുന്നു, ഇനി ബോർഡ് തീരുമാനിക്കുന്ന പലിശയാണ് ഞാൻ അടയ്ക്കേണ്ടത്. ഇപ്പോൾ 2-ാം വിള ഏകദേശം കതിർ നിരന്നു കഴിഞ്ഞു, എല്ലാ പണിയും കഴിഞ്ഞു. പക്ഷേ ഇനിയും കള പറിച്ചതിൻ്റെ പണിക്കാർക്ക് വന്നിട്ട് 2-3 ദിവസത്തെ കൂലി കൊടുക്കാനുണ്ട്. അതുപോലെ പൂട്ടിയ വാടക കൊടുത്തിട്ടില്ല. അവരും ഇപ്പോൾ ഫോണിൽ കൂടെ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നമുക്ക് 10 രൂപ പോലും നിത്യ ചെലവും കൂടി നമുക്ക് നടക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം. സർക്കാർ പിന്നെ തരാമെന്ന് പറയുന്ന പോലെ നിങ്ങൾക്ക് പിന്നെ തരാമെന്ന് ഈ പണിയെടുക്കുന്ന ആളോട് പറയാൻ പറ്റില്ലല്ലോ. അതാണ്. എന്താണ് പറയാനുള്ളത്? സാമ്പത്തികമായി വളരെ ബുദ്ധിമുട്ടിലാണ്. കൂലി കൊടുക്കാൻ, ട്രാക്ടർ വാടക കൊടുക്കാനുണ്ട്. അതുപോലെ തന്നെ ആൾക്കാരുടെ കൂലി കൊടുക്കാൻ ബാലൻസുണ്ട്. ബാങ്കിൽ നിന്ന് ഇടപാടുകൾ നടത്താനുള്ള ഇതുണ്ട്. ഒരു ബാങ്കുകാർ നിരന്തരം ബന്ധപ്പെട്ടുകൊണ്ടിരിക്കും. പൈസ ഇൻട്രസ്റ്റിങ്ങിൽ അടയ്ക്കണം എന്ന് പറഞ്ഞിട്ട്. ഇത് നെല്ല് നമ്മൾ പോകുമ്പോൾ ഡിസംബർ ഒരു ഓർഡർ ആയിട്ടുണ്ടായിരുന്നു. ഫണ്ടില്ലാത്തത് കൊണ്ടാണ്. ഫണ്ട് വരുമ്പോൾ കറക്റ്റ് ആകുമെന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴത്തേക്ക് നമുക്ക് പിടിച്ചേക്കാൻ പറ്റാത്ത സാഹചര്യമാണുള്ളൂ അല്ലേ? നമുക്ക് ഇവരിലേക്ക് വരാം. എന്താണ് ഈ ഒരു ഘട്ടത്തിൽ നിങ്ങൾ എങ്ങനെയാണ് ഈ പ്രതിസന്ധിയെ മറികടക്കുന്നത്? ഞങ്ങൾക്ക് വിഷമം എടുക്കാനടക്കം പൈസ ഇല്ലാത്ത അവസ്ഥയിൽ കിടക്കുക. അല്ലാത്ത കളവലിക്കാൻ പറ്റില്ല, ഏതിനും ഭയങ്കര ബുദ്ധിമുട്ടിലായിരിക്കും. അത് പൈസ തരാ പറഞ്ഞിട്ട് ഇപ്പോൾ ആകാം 4 മാസമായി. പോകുമ്പോൾ അത് തരാ 2 ദിവസം കൊണ്ട് തരാമെന്ന് പറയല്ലാണ്ട്. അത് നിങ്ങൾ നെല്ല് കൊടുത്തത് എന്നാണ്? ഞങ്ങൾ കഴിഞ്ഞ 2 മാസമായി കൊടുത്തിട്ട്. ഇനി PRS കിട്ടുന്നതിലും ഞങ്ങൾക്ക് ഒരുപാട് വൈകുന്നുണ്ട്. അവർ ഒരുപാട് കാലതാമസം എടുത്തിട്ട് PRS തരുന്നത്. അതിൽ അഴിമതി ഉണ്ടോ എന്ന് പരിശോധിക്കേണ്ടതാണ്.
അത്തരം കാര്യങ്ങൾ നോക്കണം അല്ലേ? ഇപ്പൊ നമുക്ക് ഇവിടെ ഇവരോട് കൂടി എന്താണ് ഇപ്പൊ ഇതിനകത്ത് നിങ്ങൾ കൃഷിയെ ആശ്രയിച്ച് ജീവിക്കുന്ന ഞങ്ങൾക്കൊക്കെ ഇത് വളരെ ബുദ്ധിമുട്ടാണ്. ഈ പൈസ കിട്ടിയിട്ട് വേണം ഞങ്ങൾ പല കാര്യങ്ങളും ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ആശ്രയിച്ചിരിക്കുന്നവരാണ്. അപ്പോൾ ഇത് ചെയ്യുമ്പോൾ ഞങ്ങൾ പലതും വേറെ പൈസയൊക്കെ തിരിച്ചിട്ടാണ് ഇതൊക്കെ ചെയ്യണത്. അപ്പോൾ ഇത് കിട്ടിയാൽ വളരെ ഉപകാരമായിരുന്നു. അത്രയും പ്രതിസന്ധിയാണല്ലേ? എന്താണ് അമ്മ പറയാനുള്ളത്? ഭയങ്കര കഷ്ടമാണ്, തന്നെ വിഷമം പോലും പൈസയില്ല, അങ്ങനെ ഇങ്ങനെ കാത്തു നിൽക്കേണ്ട ഒരു ആവശ്യം വന്നിട്ടുണ്ടോ? ഇത്ര വൈകിട്ടില്ല, ആദ്യം കുറച്ച് വൈകും, പിന്നെ വരും എന്നുള്ള പ്രതീക്ഷയിൽ നമ്മൾ നിൽക്കുന്നതാണ്. എന്താണ് ഈ അമ്മയ്ക്ക് പറയാനുള്ളത്? പൈസ കിട്ടാത്തതിൻ്റെ വിഷമം തന്നെയാണ്. നമ്മൾ പിന്നെ ഗോൾഡ് ലോൺ വെച്ചിട്ടും പിന്നെ പലിശരഹിത വായ്പയൊക്കെ എടുത്തിട്ടാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. അവരിപ്പോൾ 6 മാസം കഴിയുമ്പോൾ അത് പുതുക്കണം, അല്ലെങ്കിൽ അവർ പറയുന്ന പലിശ നമ്മളിപ്പോൾ 4% പലിശയ്ക്ക് തരുന്നത് 9%, 10% പലിശ വരെ നമ്മൾ അടയ്ക്കുന്ന കടലാസ് വന്നിട്ടിരിക്കുകയാണ്. ഇപ്പം എന്താ ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ട്രാക്ടർ വാടക, വളത്തിൻ്റെ വില, അതൊക്കെ ഇപ്പോൾ കോംപ്ലക്സിനൊക്കെ വില കൂടി പോയില്ലേ. അതൊക്കെ എറിയാൻ കൂലി ഇതൊക്കെ നമ്മൾ കടം വയ്ക്കാൻ പറ്റില്ല. ഇപ്പോൾ കടപ്പണിക്കാർക്ക് കടം, പിന്നെ ട്രാക്ടറുകാർക്ക് കടം, എല്ലാം കടം പറഞ്ഞിട്ടാണ് ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ പൈസ കിട്ടാൻ ഒരവസ്ഥ കൊണ്ട് കുട്ടികളുടെ പഠിപ്പ് വരെ ഫീസ് അടയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് അതുവരെ പിന്നെ തകരാറായിട്ടിരിക്കുകയാണ്. അതായത് നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ അവരെ ബാധിക്കുന്നു എന്നുള്ളതാണ്. കുട്ടികളുടെ പഠനം ഉൾപ്പെടെ ഇതിൽ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരുപാട് പരാതികളും ആക്ഷേപങ്ങളും അവർക്കുണ്ട്. തുടക്കം മുതൽ തന്നെ ഇതിനകത്ത് ഇപ്പോൾ നമ്മൾ ഒരാൾ പറയുന്നുണ്ടായിരുന്നു അതിന് ചുമട് എടുക്കുന്നത് മുതലുള്ള കാര്യങ്ങൾ. അത്തരം പ്രതിസന്ധികൾ എന്താണ് നമ്മൾ നേരിടുന്നത്? അതിന് നെല്ല് നമ്മൾ ഈ ഒന്നാം വിളയെന്ന് പറയുമ്പോൾ മഴ സമയത്തുള്ള നെല്ലാണ്. അത് എങ്ങനെയെങ്കിലും കയറ്റി അയക്കാന്നുള്ളൊരു രീതിയിലാണ് കർഷകർ നിൽക്കുന്നത്. ആ സമയത്താണ് ഇവരുടെ എല്ലാവരും ഒരു പിടിവാശികൾ. ഞങ്ങൾ അത് വേണം ഇത് വേണം, ചിലപ്പോൾ എടുക്കാതെ മാറ്റി വയ്ക്കും. അപ്പോൾ അതൊക്കെ ഈർപ്പം കൂടിയാൽ എടുക്കില്ല. അങ്ങനെ ആ ഒരു സംഭരണം തുടങ്ങുന്ന കാലം തൊട്ടേ നിങ്ങൾ പ്രതിസന്ധി, അതായത് ഈ കാര്യങ്ങളൊക്കെ മറികടന്നിട്ട് വേണം പോകണമെങ്കിൽ. അത് കഴിഞ്ഞ് പിന്നെ മില്ലുകാരൻ്റെ പ്രശ്നങ്ങൾ, പിന്നെ ഏജൻറ്റ് എന്ന് പറഞ്ഞാൽ ഒക്കെ അവർ ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ അതൊക്കെ എല്ലാം മറികടന്നിട്ട് കിട്ടിയത് അവസ്ഥയിൽ നമ്മൾ കൊടുക്കുകയാണ്. എന്നിട്ട് പൈസ കിട്ടാത്തൊരു ബുദ്ധിമുട്ട് അത് വേറെ പറയൂട്ടോ. അതായത് വന്യമൃഗങ്ങളും ഈ പറയുന്ന പോലെ പന്നികളുടെ മയില് എന്നിവയുള്ള കൃഷിനാശങ്ങൾ ഒരുപാട് സംഭവിച്ചിട്ടുണ്ട്. ആന ഒഴികെ ബാക്കിയെല്ലാം അവിടെ എത്തുന്നുണ്ട്. എല്ലാവരും കഴിഞ്ഞിട്ട് വേണം ഞങ്ങൾക്ക് കിട്ടണമെങ്കിൽ, അത്ര തന്നെ. എന്നിട്ട് ഈ പൈസ കിട്ടാൻ വൈകുന്നു എന്നുള്ളതാണ്. ഈ ചേട്ടൻ എന്താണ് പറയുന്നത്? ഇവർ പറഞ്ഞു അതേ അഭിപ്രായം തന്നെ എനിക്ക്. അതായത് നമുക്ക് ഈ ഇപ്പം ഇവർ പറയുന്നുണ്ട്, ഇപ്പം നെല്ല് സംഭരണം, നമ്മൾ നെല്ല് വിത്ത് വിതച്ച് വിളവെടുക്കുന്നത് വരെ ഉള്ള പ്രതിസന്ധികളുണ്ട്. ഈ അതോടൊപ്പം തന്നെ ഈ ചുമട്ട് തൊഴിലാളിയുടെ പ്രശ്നം തന്നെ പറഞ്ഞോളൂ. ഈ കണ്ടം കിളയ്ക്കുന്നത് തൊട്ട് പിന്നെ മരുന്നടിക്കുന്നവരെയും കൂലി തന്നെ. ഇതിനൊക്കെ കൂലി കൊടുത്ത് കടം വാങ്ങി ആകെ ഇതായി കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്താ ചെയ്യുന്നത്? ഇനിയിപ്പോൾ രണ്ടാമത്തെ വിള എടുക്കാനുമായി. ഈ കടയെ കൊടുത്തിട്ടില്ല, അത് മാർച്ചിൽ ഇപ്പോൾ ക്ലോസ് ചെയ്യണം. ഇപ്പോൾ ഒരു നിവൃത്തി ഇല്ലാണ്ടിരിക്കുകയാണ്. കിട്ടിയാൽ നല്ലത്, എത്രയും വേഗം കിട്ടിയാൽ അത്രയും ഉപകാരം. അതന്നെ, കടൻ തീർക്കണം. നമുക്ക് പൈസ കിട്ടിയാൽ ഇതാക്കാൻ പറ്റും. നിങ്ങൾ കരുതുന്നത് എന്ത് കാരണം കൊണ്ടാണ് ഇത്രയും വൈകുന്നത്? ഇപ്പോൾ സാമ്പത്തിക പ്രതിസന്ധി സർക്കാർ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ്, അതിനെ മറികടക്കാനുള്ളതാണ് സർക്കാർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു പറയുന്നത്. പക്ഷേ ഈ നെൽകർഷകരുടെ കാര്യത്തിൽ വരുമ്പോഴാണ് ഈ അവഗണന നേരിടുന്നത് എന്നുള്ള നിങ്ങളെല്ലാം പരാതി പറയുന്നത്. ശരിയാണ്. കാരണം എല്ലാ ബഡ്ജറ്റിലും പറയാറുണ്ട് ഞങ്ങൾ നെൽകർഷകരെ പാലക്കാട് സംരക്ഷിക്കും, ക്ഷേമനിധി ബോർഡൊക്കെ വരുന്നു. ഇതുവരെ എല്ലാം പേപ്പറിൽ മാത്രമേ ഉള്ളൂ, നടന്നിട്ടില്ല. പാക്കേജൊക്കെ ഒന്നും നടന്നിട്ടില്ല ഇവിടെ. ഇപ്പൊ നമുക്ക് മുന്നിൽ ഇവിടെ ഒരു പാടത്ത് നിന്നാണ് നമ്മളിത് ചെയ്യുന്നത്. ഇപ്പൊ ഇതിനകത്ത് നിരവധി കള കാണാം. ഇത് കള പറിക്കാത്തത് എന്തുകൊണ്ടാണ്? ഈ അതന്നെ രണ്ടാമത് പ്രാവശ്യം കള പറിക്കാൻ ആൾക്കാർ ഇറങ്ങണം. അവർ ആദ്യത്തെ ഇതിൻ്റെ കടത്തിലാണ്. ഈ രണ്ടാമതും ഇനി കടം വെച്ചിട്ട് ആരും വരൂല്ല. അവർ ആ ഒരവസ്ഥയിലാണ് അതിങ്ങനെ ഇട്ടിരിക്കുന്നത്. വരും കിട്ടുന്ന ലാഭം എന്നുള്ളൊരു. മുൻപ് പിന്നെ ഇത്രയും കാലതാമസം ഉണ്ടായിരുന്നു? അതായത് മുമ്പ് നമ്മൾ PRS അളന്നാലും ഏകദേശം ഒരു 2 മാസത്തിൻ്റെ ഉള്ളിലെല്ലാം പൈസ വരും. ഇതിപ്പോൾ 4 മാസമായി കിട്ടുന്നുള്ളൊരു ഉറപ്പ് പോലും ഇല്ല. അതാണ് ഒരു പ്രതിസന്ധി. നേരത്തെ നമുക്ക് കിട്ടുന്നുള്ളൊരു ഉറപ്പുണ്ടായിരുന്നു. ഇതിപ്പോൾ അത് ഇല്ലാത്തൊരവസ്ഥയാണ് ഇപ്പം നിൽക്കുന്നത്. അത് പിന്നെ വേറൊരു കാര്യം, ഞാൻ എല്ലാവരും പലിശരഹിത വായ്പ എടുത്തതാണ്. 1-ാം വിളൻ്റെ എടുത്തു. അത് ആ സമയത്തിനുള്ളിൽ അടച്ചാൽ അടുത്ത 2-ാം വിളയ്ക്കുള്ള കൊടുക്കാൻ പറ്റുള്ളൂ. ഇത് 1-ാം വിള അടയ്ക്കാൻ പറ്റാതാകുമ്പോൾ പലിശ വരും. അപ്പം അതും പലിശയായിട്ടിരിക്കുകയാണ്.
അത്രയും നമ്മൾ കടത്തിലേക്ക് പലിശരഹിത വായ്പ പേരിന് അതിന്റെ ഒരു ആനുകൂല്യം ആയി കിട്ടുന്നില്ല, കിട്ടാത്തൊരവസ്ഥയാണ്. ഇപ്പം ഇതിനൊരു പരിഹാരം എന്നുള്ള നിലയ്ക്ക് ഇപ്പം നമ്മൾ നെല്ല് സംഭരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്ന നിങ്ങൾക്ക് തോന്നുന്ന ഒരു ആശയങ്ങൾ എന്താണ്? എങ്ങനെയാണ് ഇതിന്? സർക്കാർ ഒരുപാട് ദൂരത്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ അറിവിൽ. അപ്പോൾ അതൊക്കെ നിർത്തിയിട്ട് കൃഷിക്കാർക്ക് മുൻഗണന കൊടുക്കുകയാണെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു കാര്യം നടക്കും, ഇല്ലെങ്കിൽ ഒന്നുമില്ല. ഇപ്പം മുമ്പാണെങ്കിൽ സർക്കാർ പറഞ്ഞിരുന്നത്, ഇപ്പോൾ ഈ സർക്കാർ തന്നെ പറഞ്ഞിരുന്നത് നെല്ല് സംഭരിച്ചു കഴിഞ്ഞാൽ 24 മണിക്കൂറിനകം പണം വരും. കൃഷി ഓഫീസറിൻ്റെ അടുത്ത് പോയി എന്തെങ്കിലും ഒന്ന് ചെയ്തു തരണം, അവരെല്ലാം കൈമലർത്തിക്കൊണ്ടിരിക്കുകയാണ്. സപ്ലൈ ഓഫീസിൽ പോയപ്പോൾ വെറും കയറും പേ ഓർഡറൊക്കെ ആയിട്ടുണ്ട്. സർക്കാർ അതിനുള്ള സംവിധാനം കണ്ടാലേ ചെയ്യാൻ പറ്റുള്ളൂ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് എല്ലാം ക്ലിയർ ആണെന്ന് പറഞ്ഞു. പിന്നെ അതിന് പണം കിട്ടണം എന്നുള്ളതാണ്. ചേട്ടൻ എന്താ പറയുള്ളത്? പിന്നെ MLA-യുമായി ബന്ധപ്പെട്ട് പറഞ്ഞാൽ ഞങ്ങളുടെ വകുപ്പില്ല, അത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളാണ്. അതാത് വകുപ്പുകൾ ചെയ്യേണ്ട സമയത്ത് ചെയ്യണം, എത്രയും പെട്ടെന്ന് ശരിയാവും എന്നുള്ള പ്രതീക്ഷയിലാണ് എന്നൊക്കെയാ പറഞ്ഞ് കൈയൊഴിയുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്. ചേട്ടൻ എന്താ പറയുള്ളത്? കുറച്ചും കൂടി കയറിക്കോളൂ. പറയാൻ എന്താ പറഞ്ഞാൽ ഇവരൊക്കെ പറഞ്ഞത് തന്നെ ഉള്ളത്. സർക്കാർ ചെയ്യുന്നത് ഇപ്പോൾ ഈ കേരള ബാങ്കിൽ നിന്ന് ലോണായിട്ട് നമ്മൾക്ക് ഇതുവരെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അത് നിർത്തി. അല്ല വെച്ചാൽ ഈ നെല്ല് എത്ര അളന്നിട്ടുണ്ടോ ആ PRS കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ലോണായിട്ട് കൊടുക്കും. അത് സർക്കാരാണ് അതിൻ്റെ പലിശ അടച്ചിട്ട് ഇത് ചെയ്യുക. ആ സംവിധാനം നിർത്തിയതിലാണ് ഇത്രയും കൃഷിക്കാർക്ക് ഈ ബുദ്ധിമുട്ടൊക്കെ വന്നത്. അത് രണ്ടാം പ്രാവശ്യം ഒന്ന് തുടങ്ങിയതായിട്ടെന്ന് വെച്ചാൽ ഈ പ്രതിസന്ധിയൊക്കെ ഒരുവിധം തീരും ആണ് പറയുന്നത്. ബുദ്ധിമുട്ടാണ് ഭയങ്കര. ഈ പറഞ്ഞ കൃഷിക്കാർ പറഞ്ഞാൽ അത് 100% സത്യമാണ്. പറഞ്ഞ മാതിരി വിഷം വാങ്ങാൻ കാശില്ല പറഞ്ഞത് ശരിയാണ്. ഇതായി കാണില്ല, ഇതൊക്കെ പൈസ കിട്ടാത്തതിൻ്റെ ഒറ്റ ബുദ്ധിമുട്ടാണത്. ഒരുപാട് പേർക്ക് പണം കിട്ടാൻ ഒരുപാട് പേർക്ക് കിട്ടാനുണ്ട്. ഒരുപാട് കിട്ടിയിട്ടില്ല. ഈ പറഞ്ഞില്ല, നേരെ സെക്രട്ടറി പറഞ്ഞ പോലെ 10% ആൾക്കാർക്ക് കിട്ടിയിട്ടുള്ളൂ, ബാക്കി ആർക്കും പൈസ കിട്ടിയില്ല. ഇപ്പം നമ്മളൊക്കെ അന്വേഷിക്കുമ്പോൾ ഇപ്പം നമ്മൾ ഈ സംഭവം വരുമ്പം ഇവരോട് നമ്മൾ ചോദിക്കുമല്ലോ എത്ര പേർക്ക്, പക്ഷെ നമ്മളോട് പറയുന്നത് പകുതിയിലേറെ ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞു എന്നുള്ളതാണ്. കൊടുത്തു കഴിഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൊടുത്തിട്ടുണ്ടാവും. അതന്നെ നമ്മുടെ ഈ പാടശേഖര സമിതിയിൽ തന്നെ ഒരു 10 ആൾക്ക് കിട്ടിയിട്ടുണ്ടാവും, ബാക്കിയുള്ളവർക്ക് കിട്ടിയിട്ടില്ല. നിങ്ങളെ സമീപ പാടശേഖര സമിതികളുടെ അവസ്ഥ എന്താ? അത് പുത്തൂർപ്പാടം പിന്നെ ഇത് അവർ നമ്മളത് ചോദിച്ചില്ല, അവർക്കും ഇതുവഴിയാണ് 10% വരെ കിട്ടിയിട്ടുള്ളൂ, ബാക്കി 90% ആൾക്കാർക്കും പൈസ കയറിയിട്ടില്ല. കൃഷിക്കാർ ദിവസം ഒന്നരാടം ബാങ്കിൽ പോവും. അപ്പോൾ അടുത്ത ആഴ്ച വരെയും പറയും. അതും കേട്ട് മിണ്ടാതുണ്ട് വരും. കൃഷിക്കാർ വേറെ എവിടെ പോയിട്ട് ഇത് പറയാൻ പറ്റും? അതുപോലെ സെക്രട്ടറി പ്രസിഡന്റ് പാടശേഖര സമിതി അവൻ്റെ അടുത്ത് വന്നിട്ട് ആവലാതി പറയും. അവർ വിളിച്ച് ആരുടെ അടുത്തെങ്കിലും സപ്ലൈക്കോയിലോ അല്ലെങ്കിൽ ബാങ്കിലോ പോയി അന്വേഷിച്ച് കഴിഞ്ഞാൽ വരും പറയും. ഇപ്പോൾ നമ്മൾ ഒന്നാം വിള കഴിഞ്ഞ് നെല്ല് സംഭരണം കഴിഞ്ഞു, പിന്നീട് രണ്ടാം വിളയിലേക്ക് 2 മാസം കഴിയുമ്പോഴത്തേനും രണ്ടാം വിളയിലേക്ക് കയറുകയാണല്ലോ. അപ്പോൾ അതിന് ആ സമയത്ത് നിങ്ങളത് എങ്ങനെയാണ്? കടം മേടിച്ചിട്ടാണോ? എന്താണ് നിങ്ങൾ ചെയ്യുന്നത്? കടം വാങ്ങിച്ചിട്ട് തന്നെ പലിശയ്ക്ക് വാങ്ങിച്ചിട്ടാണ് ഈ കൃഷി മുഴുക്ക ഇറക്കിയത്. ഒന്നാം വിള നെല്ലിൻ്റെ പൈസ കിട്ടാതെ രണ്ടാം വിള ഇറക്കണ്ടേ, അതിന് വേണ്ടിയിട്ട് പലിശയ്ക്ക് വാങ്ങിയിട്ടാണ് ഈ കൃഷിക്കാർ ഇനിയിപ്പോൾ താലിമാലയടക്കം പണയം വെച്ചിട്ടാണ് ഈ കൃഷിക്കാർ ഈ ലെവലിലെങ്കിലും ഇപ്പോൾ എടുത്തത്. അതിനിപ്പോൾ പകുതി കിട്ടിയോ അല്ലെങ്കിൽ പോയി പകുതി കളയണം. അത് വലിക്കാനും കാശില്ല, അത് വലിച്ചതിൻ്റെ കൂലി കൊടുക്കാനും വഴിയില്ല. അതേമാതിരി മരുന്നടിച്ചാൽ ആർക്കൊക്കെ കൊടുക്കണം, ട്രാക്ടറുകാർക്ക് കൊടുക്കണം, കൊയ്ത്ത് വണ്ടിക്കാർക്ക് കൊടുക്കണം, പണിക്കാർക്ക് കൊടുക്കണം. മരുന്ന് വാങ്ങിയാൽ വളത്തിനടക്കം പലിശയ്ക്ക് വാങ്ങിച്ചിട്ടാണ് ബാങ്കിൽ പോയിട്ട് അത് കടം തരില്ലല്ലോ, അത് പലിശയ്ക്ക് വാങ്ങിയിട്ട് അത് കൊടുക്കും. ബാക്കിയൊക്കെ കടമാണ്. പറ്റില്ല. അത് നമ്മളിത് ഈ പറഞ്ഞ മാതിരി എന്തെങ്കിലും ചെയ്തിട്ട് അവർക്ക് കുറച്ചെങ്കിലും കൊടുക്കുക, ബാക്കിയുള്ളതിന് ഇത് കിട്ടിയിട്ട് തരാൻ വേണ്ടി അവൻ്റെ അടുത്ത് നല്ല വാക്ക് പറഞ്ഞിട്ടൊക്കെ നിർത്തിയിരിക്കുകയാണ്. ആ അവസ്ഥയാണ് കൃഷിക്കാരൻ്റെ. എവിടെ പറയാൻ പറ്റും. ഈ പ്രാവശ്യം ഞങ്ങൾക്ക് യൂറിയൻ്റെ വലിയൊരു പ്രതിസന്ധി ഉണ്ടായിട്ടുണ്ട്. അത് ശരിക്കും കൃഷിയെ ബാധിച്ചിട്ടുണ്ട്. ഈ ലാസ്റ്റ് മൂമെൻറ്റിൽ രണ്ടാമത്തെ എറിയുന്ന സമയത്താണ് യൂറിയ വന്നത്. അതും ക്വാളിറ്റി ഇല്ലാത്തൊരവസ്ഥയല്ലേ. എറിഞ്ഞു കഴിഞ്ഞാൽ ഇതേമാതിരി കാണില്ല, വലിയ ഒരു പഴുപ്പ് നിറം വരും, അതൊരു രോഗമായിട്ട് മാറി. അതൊക്കെ ഒരു പ്രതിസന്ധികളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഓരോ ഒന്ന് ചെയ്യുമ്പോൾ അടുത്തത് വേറെ വരും. ഇങ്ങനെ ഓരോന്ന് പുതുതായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. ഏറ്റവും ഈ പ്രാവശ്യം രൂക്ഷമായ യൂറിയൻ്റെ ക്ഷാമം. യൂറിയ ഇനി അടുത്ത കാലത്തൊന്നും കിട്ടുന്നുള്ളൊരു ഉറപ്പ് ഇല്ല. ഇനിയിപ്പോൾ ഒരു നാനോ യൂറിയ അവർ ഇറക്കാനുള്ളൊരു സംവിധാനമുണ്ട്, പക്ഷെ അതൊന്നും ഫലപ്രദമല്ല എന്നാണ് ഞാൻ അടിച്ചത്. അങ്ങനെ വേസ്റ്റായി. 1 ഏക്കറോളം ഒന്നും ആയിട്ടില്ല. ഇത് പറയുമ്പോഴാണ് നിങ്ങൾ ഈ ബജറ്റിൽ ഇത്തവണ സാധാരണ എല്ലാ ബജറ്റിലും ഈ നെല്ലിന്റെ താങ്ങുവില കുറച്ചെങ്കിലും ഇവിടെ വർദ്ധിപ്പിക്കാറുണ്ടായിരുന്നു, പക്ഷെ ഇത്തവണ അത് ഉണ്ടായിട്ടില്ല. നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നോ? ഞങ്ങൾ പ്രതീക്ഷിച്ചു. ഞങ്ങളൊരു 30-32 ആണ് പ്രതീക്ഷിച്ചത്. കാരണം അങ്ങനെയൊക്കെ കിട്ടിയാലേ എന്തെങ്കിലും മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. ഇതിപ്പോൾ ആ ഒരു 75 പൈസ കൂട്ടിയെന്ന് പറഞ്ഞാൽ അതും കൂടി കൂട്ടിയിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല. എന്താ പറഞ്ഞ ഈ കൃഷിഭവനിൽ നിന്ന് വാങ്ങുന്ന വിത്ത് ഇതാണ് സൈസ്.
പഴയ കാലത്തെ പോലെ നമ്മളെ ഉണക്കി നമ്മളെ എടുത്ത് വെച്ച് വിത്തുണ്ടാക്കിയിട്ട് നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ പ്രശ്നങ്ങൾ വരില്ല. അത് ചെയ്യാൻ ഇന്നത്തെ സാഹചര്യം ബുദ്ധിമുട്ടുണ്ട്. കൃഷിക്കാർക്ക് കൊണ്ട് കൊടുക്കുന്ന വിത്ത് ഈ സൈസിലായത് ഏത് വിധത്തിൽ ഇതിനെ കണ്ടം നേടിയാക്കോ എങ്ങനെ നെല്ല് അതിന് നല്ലത് എടുക്കാൻ പറ്റും. ഇത് നിങ്ങളെ നോക്കിക്കോളൂ. ഇതിന്ന് നമ്മൾ കൊയ്തിട്ട് ഇത് നമ്മൾ ഈ വിത്തെടുത്ത് വെക്കുക, അല്ലെങ്കിൽ ഇത് വേറെ ആർക്കെങ്കിലും കൊടുത്താൽ ആ വിത്ത് കൊണ്ട് പതിച്ചു കഴിഞ്ഞാൽ പിന്നെ അവസ്ഥ എന്തായിരിക്കും? അപ്പോൾ അത് കൊണ്ടുവരുന്ന ഉദ്യോഗസ്ഥന്മാരും അത് പരിശോധിച്ചിട്ട് കൊണ്ടുവന്ന കൃഷിക്കാർക്ക് കുറച്ചുകൂടി നല്ലത്. ഇല്ല വെച്ചാൽ ഈ ഭാഗം മുഴുക്കൻ നശിക്കും. ഇതിഞ്ഞിപ്പോൾ കൊയ്ത് കഴിഞ്ഞാൽ ആ വിത്ത് കംപ്ലീറ്റ് കണ്ടത്തിൽ വീണ് മഴ പെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് കിലോമീറ്റർ ദൂരത്ത് ഈ കണ്ടങ്ങൾ കംപ്ലീറ്റ് ഇഞ്ഞ് ഇത് പരക്കുകയാണ്. ഞാൻ ഇവരോട് കൂടി ചോദിക്കുകയാണ്. ഇപ്പം നമ്മൾ ഇവരെല്ലാം പ്രതിസന്ധിയെക്കുറിച്ചൊക്കെ പറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ മൂലമുണ്ടാകുന്ന ഒരു സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടല്ലോ, വരുമാനം കിട്ടാത്ത, അത് ഏറ്റവും ആദ്യം പ്രതിഫലിക്കുക നമ്മുടെ അടുക്കളയിലാണ്. അത് എത്രത്തോളം പ്രതിഫലിച്ചിട്ടുണ്ട്? അടുക്കളയിലും ബുദ്ധിമുട്ട് തന്നെ, എല്ലാത്തിനും ബുദ്ധിമുട്ട് തന്നെ. അപ്പം ഗോൾഡ് പണയം വെച്ചിട്ടാണ് ഈ കൃഷി ഇറക്കലും ബാക്കിയുള്ള ചെലവിനെയൊക്കെ നോക്കുന്നത്. അപ്പോൾ അത് കിട്ടാൻ വൈകുന്നത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒന്നാം വിള തൊട്ട് കളവലി തൊട്ടും എല്ലാം മുടങ്ങിയിരിക്കുകയാണ്. ഒരിക്കൽ കളവലിച്ചു, അത് പിന്നെയും രണ്ടാം പ്രാവശ്യം വന്നുകൊണ്ടേയിരിക്കുകയാണ്. അതുകൊണ്ട് കടങ്ങൾ, പിന്നെ പണിക്കാർക്കാണെങ്കിലും അവർക്ക് പൈസ കൊടുത്തിട്ടില്ല, ട്രാക്ടർ വാടക കൊടുത്തിട്ടില്ല. പിന്നെ വളങ്ങൾക്കാണെങ്കിൽ വില കൂടുതൽ, മരുന്നിൻ്റെ വില കൂടുതൽ, അടിക്കാനതിനിവിടെ. പിന്നെ യൂറിയ സമയത്ത് കിട്ടുന്നതും ഭയങ്കര വിലയുമാണ്. എല്ലാം കൂടി ബുദ്ധിമുട്ടിലാണ്. ഇപ്പോൾ എത്രയും വേഗം കിട്ടിയാൽ ഉപകാരമായി. അത്രത്തോളം പ്രതിസന്ധിയിലാണെന്ന് പറയുന്നത് അല്ലേ? എന്താണ് പറയാനുള്ളത് നിങ്ങൾക്ക് ഇതിനകത്തൊരു സർക്കാരിനോട് പറയാനുള്ളത് എന്താണ്? ഇപ്പോൾ നെൽകൃഷിയെ സംരക്ഷിക്കണം എന്നാണ് പറയണത്. പക്ഷേ ഇങ്ങനെയാണെങ്കിൽ ഞങ്ങൾക്കിതൊന്നും നടത്തിക്കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അതാത് സമയങ്ങളിൽ കിട്ടേണ്ട തുക ഞങ്ങൾക്ക് കിട്ടിയാൽ അടുത്ത വിളയ്ക്കുള്ളത് ബുദ്ധിമുട്ടില്ലാണ്ട് ചെയ്യാൻ പറ്റും. ഈ ബാങ്കിൽ വായ്പയൊക്കെ എടുത്തിട്ട് ചെയ്യുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. പല കാര്യങ്ങളും മാറ്റിവെച്ചിട്ടൊക്കെ ചെയ്യണത് കൊണ്ട്. അപ്പോൾ എത്രയും പെട്ടെന്ന് ഇതിനുള്ള തുക അനുവദിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പ്രോത്സാഹനം വാക്കുകളിൽ പോരാ, ഈ പ്രവർത്തനത്തിലും കൂടി കാണിക്കണം. അതെ, എന്താണ് അതന്നെ, എത്രയും വേഗം പൈസ കിട്ടിയാൽ ബുദ്ധിമുട്ട് ഇതാകും. അല്ലെങ്കിൽ പിന്നെയും ബുദ്ധിമുട്ട് നമ്മളെ എടുക്കാനും പിന്നെ വേഗം എത്രയും വേഗം ഈ പ്രതിസന്ധി തരണം ചെയ്ത് കൃഷിക്കാരെ ഒന്ന് പ്രോത്സാഹനം കൊടുത്ത് പൈസ വേഗം തരിക. ഇനി അടുത്തതും നെല്ലെടുക്കുന്നത് ഇതുപോലെ ഇട്ട് വലപ്പിക്കാതെ എത്രയും വേഗം പൈസയാക്കി തരാൻ ഗവൺമെന്റ് അതേ തന്നെ പറയാനുള്ളത്. അതാണ് പറയാനുള്ളത്. ഇപ്പം ഈ കാർഷിക മേഖലയ്ക്ക് ഒരു ഊന്നൽ കൊടുക്കുകയാണെങ്കിൽ വളരെ ഗുണം. കാരണം അന്നം മുട്ടുന്ന ഒരു അവസ്ഥയാണ്. ഒരു 2 കൊല്ലം കഴിഞ്ഞാൽ അന്നത്തിന് വേണ്ടി ഉള്ള പരക്കം പാച്ചിലായിരിക്കും. ആ ഒരു അവസ്ഥയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അത് മറ്റ് വകുപ്പുകളിലേക്കൊക്കെ കൂടുതലും ശ്രദ്ധിക്കുന്നത് കാർഷിക മേഖലയ്ക്ക് ഒന്ന് ശ്രദ്ധിച്ചാൽ കാർഷിക മേഖല നഷ്ടമാണ്. എന്നാലും നമ്മൾ അന്നം എന്നുള്ള രീതിയിൽ അതിനെ ഒന്ന് പ്രോത്സാഹിപ്പിക്കുക തന്നെ വേണം. ഇത് പറഞ്ഞപ്പോഴാണ് നമ്മൾ നെല്ലിനോടൊപ്പം തന്നെ ഈ വിത്തുൽപാദനം കൂടി നടക്കുന്ന ഒരു പാടാണല്ലോ ഇത്. അത് നിങ്ങൾക്ക് അതിൻ്റെയും പണം കുടിശ്ശികയാണോ? കുടിശ്ശികയാണ്. എത്രയുണ്ടത്? അത് ഏകദേശം ഞങ്ങൾ 10 ഏക്കർ ഞാൻ ഇവിടെ ചെയ്തിട്ടുണ്ട്. 10 ഏക്കർ അത് നമ്മൾ ഈ പാലക്കാട് ജില്ലയിൽ 2 പേരെ ചെയ്തിട്ടുള്ളൂ, 2 3 പേര് ചെയ്തിട്ടുള്ളൂ വിത്തുൽപാദനം. നമ്മളതൊരു പ്രോത്സാഹനം ആയിക്കോട്ടെ എന്നുള്ള രീതിയിലാണ് അത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിലും കുറേ പ്രതിസന്ധികളുണ്ട്. ആ ടാഗ് ലാബ് ടെസ്റ്റ് ചെയ്യണം, പലതരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അതൊക്കെ തരണം ചെയ്തിട്ടാണ് നെല്ല് കയറ്റി അയക്കുന്നത്. അത് കയറ്റി അയച്ചാൽ ഉടനെ പൈസ കിട്ടിയാലല്ലേ രണ്ടാമത്തെ പ്രാവശ്യം ഇറക്കാൻ പറ്റുള്ളൂ. അതൊരു വലിയൊരു പ്രതിസന്ധിയാണ്. അതിനെല്ലാം ഈ പറയുന്ന സർക്കാരിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി തന്നെയാണ്. സാമ്പത്തിക പ്രതിസന്ധിയും പിന്നെ ഉദ്യോഗസ്ഥന്മാർ അതിന് ഒന്ന് ശ്രദ്ധ കൂടുതൽ കൊടുക്കണം. കാരണം ഈ കർഷകർ നെല്ല് വെച്ചിട്ട് കഴിഞ്ഞ പ്രാവശ്യം നെല്ല് എടുത്തിട്ട് ഒരു 3 മാസം ലാബ് ടെസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് അവിടെ തന്നെ കെട്ടിക്കിടന്നു. അത് കൊണ്ടുപോകാതെ എലി ശല്യം എല്ലാം ചാക്കുകളൊക്കെ ഓട്ട ആയിട്ടും പിന്നെ മഴ എല്ലാം നോക്കിയിട്ടാണ്. അവിടെ സൗകര്യമുള്ളതുകൊണ്ട് ചെയ്തു, സൗകര്യം ഇല്ലാത്തതിന് എന്ത് ചെയ്യും? ഈ നമ്മൾ നേരത്തെ പറഞ്ഞ് അവസാനിപ്പിച്ചത് പിന്നീട് ചർച്ച ചെയ്യാന്ന് പറഞ്ഞൊരു വിഷയമാണ് ചുമട്ടുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ളത്. അത് സത്യത്തിൽ കർഷകൻ കൊടുക്കേണ്ടതാണോ ശരിക്കും കൊടുക്കേണ്ടതാണോ? ശരിക്കും സപ്ലൈക്കോ കൊടുക്കേണ്ടതാണ്. പക്ഷെ ആ ഒരു ഇതൊന്നും കർഷകർ എങ്ങനെയെങ്കിലും പോട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് കയ്യിൽ നിന്ന് എടുത്ത് കൊടുക്കും. നിങ്ങൾക്ക് പിന്നീട് കയറുന്നുള്ളതൊക്കെ പറയേണ്ടത് ഇതുവരെ ആർക്കും കയറിയിട്ടില്ല. എങ്ങനെയാ 25 രൂപ 50 കിലോ ബാഗ് കയറ്റിയിടാൻ, പ്ലസ് ലോറിക്ക് വേണ്ട ടിപ്പ്, ഡ്രൈവർക്ക് വേണ്ട. അത് എത്ര രൂപയാണ്? 100 രൂപ കൊടുക്കും. 100 രൂപ കൊടുക്കാം. ഇപ്പൊ 50 രൂപ നമ്മൾ ഈ ചുമട്ടുകൂലി കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ അവർ കയറ്റിയിടില്ല. ഒരു നിബന്ധനയായി, അതൊരു കീഴ്വഴക്കം പോലെ അല്ലേ? അപ്പൊ അത്രയും നമ്മൾക്ക് അതും കൂടി ചെലവാണ്. അതോടൊപ്പം തന്നെ തൂക്കുകൂലിയും കൊടുക്കണല്ലോ. ലോറിക്ക് 150 രൂപ കൊടുക്കണം. അത് 50 ചാക്ക് തൂക്കിയാലും 100 ചാക്ക് തൂക്കിയാലും ഒരു റേറ്റാണ്. ഇതാണ് ഇവരെല്ലാം തന്നെ പങ്കുവച്ചത്. ഈ നെല്ല് സംഭരണം നടക്കുന്നതോടൊപ്പം തന്നെ പലപ്പോഴും നെല്ല് സംഭരണം തന്നെ വൈകാറുണ്ട്.
നെല്ല് സംഭരണം നടന്നു കഴിഞ്ഞാൽ അതിൻ്റെ പണം കിട്ടാനുള്ള കാത്തിരിപ്പാണ്. ഞാൻ നിൽക്കുന്ന ഈ പാടത്ത് ഈ രണ്ടാം വിള നെല്ല് ചെയ്തതിൻ്റെ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയും. രണ്ടാം വിള നെല്ല് ചെയ്തതിൽ ഈ കളയാണ് ഉയർന്നു നിൽക്കുന്ന കളകൾ. ഇത് പറിക്കാൻ പോലും ഇവരെടുത്ത് പലയിടത്തും പണമില്ല എന്നുള്ളതാണ്. ഇതിൻ്റെ എല്ലാം പൈസ കിട്ടിയിട്ട് വേണം ഇവർക്ക് ഈ കൃഷിപ്പണി ചെയ്യാനും അവരുടെ ജീവിതോപാധിയുമായിട്ടുള്ള മറ്റു കാര്യങ്ങൾ ചെയ്യാനുമെല്ലാം ഇവർക്ക് ഈ പണത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. നേരത്തെ അവർ പറഞ്ഞതുപോലെ അവരുടെ വായ്പ എടുത്തതിൻ്റെ പലിശ കൊടുക്കാറുണ്ട്. ഇവർ പണിയെടുത്തതിൻ്റെ അത് പലതും കടം പറഞ്ഞാണ് ഈ പണിയെടുപ്പിക്കുന്നത്. അവർക്ക് അതിനുള്ള പണം കൊടുക്കണം. അതിനെല്ലാം ആളുകൾ വരുന്നു. ഇത്രയും കാലം കാത്തിരിക്കാൻ ഇപ്പോൾ സർക്കാർ പറയുന്ന പോലെ 3-4 മാസം ഇവർക്ക് കാത്തിരിക്കാൻ കഴിയില്ല. കാരണം അവർ കടം മേടിച്ചെടുത്ത് തിരിച്ചു കൊടുക്കണം എന്നുള്ളതാണ് അവർ പറയുന്നൊരു പ്രതിസന്ധി. സർക്കാർ ഈ കാര്യത്തിൽ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നത് എല്ലാവരും ഒരുപോലെ പറയുന്നു. ഇനിയും പലപ്പോഴും 24 മണിക്കൂറിനകം പണം കൊടുക്കുന്നു എന്ന് പറയുന്ന സർക്കാർ അത്രയൊന്നും ഇല്ലെങ്കിൽ പോലും, അത്ര വേഗത്തിലല്ലെങ്കിൽ പോലും വളരെ വേഗത്തിൽ 1 മാസത്തിനുള്ളിലെങ്കിലും സംഭരിച്ചു കഴിഞ്ഞാൽ പണം നൽകാനുള്ള നടപടി ഉണ്ടാകണമെന്നതാണ് ഇവരെല്ലാം ആവശ്യപ്പെടുന്നത്.